അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ ഐറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പെറോട്ട കൊണ്ടൊരു ഐറ്റമാണ്. കൊത്തു പൊറോട്ട എന്ന് പറയും. നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ബീഫ് വാങ്ങിച്ചത് കാരണം കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോഴാണ് തോന്നിയത് കൊത്തു പൊറോട്ട ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അങ്ങനെ ആദ്യത്തെ ഒരു പരിശ്രമമായിരുന്നു. പക്ഷേ സക്സസ് ആയി. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൊറോട്ട വാങ്ങിച്ചിട്ട് ഇത് പീസാക്കിയിട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത് എന്താ പറയുക, സവാള, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിയില, തക്കാളി. ഇതൊക്കെ പൊറോട്ടയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര എണ്ണം ഉണ്ടെന്നോ അത്ര അളവ് കൂടുതലാണെങ്കിൽ ഈ ഐറ്റംസിൻ്റെ ഒക്കെ അളവ് കൂട്ടണം കേട്ടോ. തക്കാളിയുടെ എണ്ണമൊക്കെ കൂട്ടണം. അപ്പം നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഇടുക. എന്നിട്ട് പിന്നെ സവാള, അതുപോലെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് കളറ് മാറുമ്പോഴാണ് നമ്മൾ പിന്നെ മറ്റുള്ള ഐറ്റംസൊക്കെ ഇടുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ വാങ്ങാറുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് വാങ്ങണ അന്നാണ് നമ്മളിത് കൂടുതലായിട്ടും വാങ്ങാം. ഈ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. അപ്പോൾ എല്ലാ ദിവസവും പൊറോട്ടയും ബീഫ് അങ്ങനെ എല്ലാ ദിവസവും അല്ല കേട്ടോ. ബീഫ് വാങ്ങണം വല്ലപ്പോഴും നമ്മൾ വാങ്ങണുള്ളൂ. പൊറോട്ട ഒന്നും അധികം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഒരു 5 or 10 ഉള്ളൂ. നമ്മളിൽ 10 പൊറോട്ട ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഈ ചെയ്യണത്. അപ്പോൾ ഇത് വഴണ്ട് വരുമ്പോൾ മുളക് പൊടി ഇടുക, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് അടി പിടിക്കാതെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ബീഫ് വാങ്ങിച്ചത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് അപ്പം തോന്നിയൊരു ഇതല്ലേ, ഒരു ആശയമായിരുന്നു ഇങ്ങനെ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയാലോ അങ്ങനെ. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വഴണ്ടി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബീഫ് എടുത്തത്. കറി വെച്ചതാണ്. ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വേണ്ടി കറി വെച്ചതുകൊണ്ട് നമ്മൾ കറിയായിട്ടാണ് ബീഫ് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കഷ്ണങ്ങൾ മാത്രം എടുത്ത് ആഡ് ചെയ്തിട്ട് അതിൽ ഉടച്ച് ചേർത്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, പെട്ടെന്നൊരു ഇഷ്ടത്തിന് വീഡിയോ നോക്കി. പക്ഷെ അതുപോലെ ഒന്നും ആയില്ല. അവർ കൂടുതലും എന്താ പറയുക, മുട്ട ഇട്ടിട്ടൊക്കെയാണ് അവർ ചെയ്തത്. ബീഫ് ഇട്ടിട്ടല്ല അവർ ചെയ്തത്. നമ്മളിൽ ബീഫ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ബീഫ് ചേർത്തു. അപ്പോൾ അവരുടെ വേറെ ഒരു ടൈപ്പായിരുന്നു വീഡിയോ ചെയ്തവരെ. ഞങ്ങളപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഉടച്ച് ചേർത്ത് അത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴാണ് നമ്മുടെ മെയിൻ സംഭവമായ നമ്മുടെ പൊറോട്ട ചേർക്കുന്നത്. ഇത് ഇടയ്ക്കിങ്ങനെ പൊറോട്ടയും ബീഫും കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചേർത്ത് കഴിച്ചാൽ ഒരു വെറൈറ്റി ആവും, കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയാണ്. കുറച്ച് ദിവസമായിട്ട് ഇത് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വഴണ്ടി വരുമ്പോൾ നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു മണത്തിന് പിന്നെയും നമുക്ക് ചേർക്കാം കേട്ടോ ലാസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം പൊറോട്ട ആഡ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണമെങ്കിൽ ഒരു എന്താ പറയുക, വൈകുന്നേരത്തെ ഒരു സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമായി. പൊറോട്ടയും ഇറച്ചിയും കഴിക്കുന്നതിനേക്കാട്ടിലും ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. കുറച്ചും കൂടെ ഐറ്റംസൊക്കെ കൂടിയല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ പൊറോട്ടയും ബീഫും കഴിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റി ആയിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്ത് മല്ലിയിലയും നമ്മുടെ തൊടിയിലുള്ള നമ്മുടെ പച്ചമുളക് ഒക്കെ പൊട്ടിച്ച് ഒന്ന് കീറി വെച്ച് ചെറുനാരങ്ങയൊക്കെ വെച്ച് പിള്ളേരുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇഷ്ടമാവും. നല്ലൊരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ സൂപ്പറാണ് കേട്ടോ. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. പൊറോട്ടയൊക്കെ വാങ്ങുന്ന ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. എൻ്റെ വീഡിയോ കണ്ട് കമൻറ്റും അതുപോലെ ലൈക്കും ഒക്കെ തരുന്നതിനും എല്ലാവർക്കും സ്നേഹത്തോടെ വീണ്ടും നന്ദി പറയുകയാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു. ബൈ. അസ്സലാമു അലൈക്കും.